And just like that, the function is over and മനസ്സും വയറൊക്കെ ഒരുപോലെ നിറഞ്ഞതിന് ശേഷം ഇറ്റ് ഈസ് ടൈം ടു സേ ഗുഡ് ബൈ ടു അളിയൻസ് ഫാമിലി ആൻഡ് സ്റ്റാർട്ട് അവർ ജേർണി ബാക്ക് ടു മാറാടി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ EK നയനാർ അക്കാഡമി ആയിരുന്നു. ഇവിടെ വരെ വന്നിട്ട് അവിടെ കയറാണ്ട് പോകാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് വൈബ് ദാറ്റ് വാസ് സോ എസ്തെറ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഫാമിലി പോർട്രേറ്റ്സും മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ ഏകദേശം വൈകുന്നേരം ആയ പിന്നെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ചായയുടെ കൂടെ ഇലയുടെ ഉണ്ടായിരുന്നു, അറ്റ് ദ സെയിം ടൈം ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏകദേശം ഒരു സൂര്യാസ്തമയത്തോടടുത്തപ്പോഴാണ് നമ്മൾ കോഴിക്കോട് വന്നത്. കോഴിക്കോട് വന്നിട്ട് അവിടുത്തെ ബീച്ചിൽ കയറാണ്ട് പോകുന്ന പറഞ്ഞാൽ ശരിയല്ലല്ലോ. നമ്മൾ മെയിൻ എൻട്രി സൈഡിലല്ല കയറിയത്, അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്താണ്. കാരണം ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. അവിടെയും കുറേ നേരം ഒരു ക്വാളിറ്റി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം കാലിക്കറ്റിൽ വന്നിട്ട് അവിടുത്തെ ലെജൻഡറി കോഴിക്കോടൻ ഹൽവ കഴിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റും. ഹൽവയൊക്കെ മേടിച്ച് നമ്മളങ്ങനെ പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഡിന്നറും കഴിച്ച് നമ്മൾ പിന്നെയും ട്രാവലറിലേക്ക് വന്നു. പിന്നുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഈ ഒരു ട്രാവലറിലെ ജേർണീനെ ഇത്രയും ഭംഗിയാക്കിയത് നമ്മുടെ വാവമാമനും കുഞ്ഞണ്ണ മാമനും കൂടെ ചേർന്നിട്ടാണ്. ലൈക്ക് സിംഗിങ് ആയിക്കോട്ടെ, ജോക്സ് ആയിക്കോട്ടെ, ഒരു നോൺ സ്റ്റോപ്പ് വൈബ് ഉണ്ടാക്കിയത് അവർ രണ്ടുപേരുമാണ്. അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഒരു ശോകമൂകമായി പോയതെന്ന് എനിക്ക് തോന്നി. ആൻഡ് ദീസ് മെമ്മറീസ് ഐ വിൽ ഹോൾഡ് ഓൺ ടു ഫോർ അവർ. അപ്പോൾ ഇത്രയും മണിക്കൂർ കടന്നു പോയത് നമ്മൾ അറിയാത്തത് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ രാത്രി ഏകദേശം ഒരു 1:15 ആയപ്പോൾ നമ്മൾ മാറാടിയിൽ വന്നെത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം, നമ്മുടെ വാവമാമൻ്റെ വീട്ടിലേക്കാണ്. ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടാണ് നമ്മൾ പോകത്തുള്ളൂ എന്ന്. പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വന്നിട്ടിരിക്കുകയാണ്. സോ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത് വാവമാമൻ്റെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ലൈക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ലൈക്ക് സോ മച്ച് ഓഫ് മെമ്മറീസ്, കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ പറഞ്ഞത് സമയം പോയത് അറിഞ്ഞില്ല. അതിനുശേഷം നമ്മൾ കുഞ്ഞണ്ണമാമൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാവേനെയൊക്കെ കണ്ട് കുറേ നേരം ലൈക്ക് സമയം പോയത് അറിഞ്ഞില്ല. സോ ഗൈസ്, ഇറ്റ്സ് ഫൈനലി ടൈം ടു സേ ഗുഡ് ബൈ ടു മാറാടി. അപ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ലുക്കിംഗ് ഫോർവേഡ് ടു അവർ ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ ഇൻ അവർ ഫാമിലി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ കാണുന്നത് വരേക്കും ബൈ ഗൈസ് ആൻഡ് ബൈ ബൈ മാറാടി.